ഹായ് ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ഹോം TBMന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാലൊടിഞ്ഞ പ്രാവും കൂട് നമ്മളൊരു മേശപ്പുറത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രാവും കൂട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പ്രാവും കൂടിൻ്റെ കാലിന് ചെറിയൊരു ബെൻഡ് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു ടേബിളിൻ്റെ ബാക്കി ഭാഗം കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ നേരെ വീടിൻ്റെ പുറകിലാണ് കേട്ടോ. വീടിൻ്റെ പുറകിലോട്ട് നമ്മൾ പ്രാവിൻ്റെ ബ്രീഡിംഗ് സെക്ഷനെ മാറ്റി. ഓക്കെ, ആ ഫ്രണ്ടിൽ ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കിലേക്ക് മാറ്റി. ബ്രീഡിങ് പർപ്പസിന് വേണ്ടി മാത്രം. നമുക്കിപ്പോൾ ബ്രീഡിങ്ങിനായിട്ടുള്ള ഈ ഒരു 4.5 കൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളിനി മുകളിലോട്ട് ഷെഡിൻ്റെ കേസ് പറഞ്ഞ് മടുത്തു. അപ്പം അത് മുകളിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ബ്രീഡിംഗ് സെക്ഷൻ മുകളിലോട്ടാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ തന്നെ വെച്ചേക്കും. കാരണം കുഞ്ഞൊക്കെ വിരിഞ്ഞിരിക്കുമ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെറസിൽ കയറുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ എനിക്ക് വന്നിട്ടുള്ളത് താഴെ തന്നെ വെക്കണതാണ്. അപ്പം മേ ബി നമ്മൾ ചിലപ്പോൾ ടെറസിലോട്ട് മാറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ആക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ 3 ബേർഡ്സാണ് ഉള്ളത് നിലവിൽ. ഇതിൽ ഒരു റാംപൂരി, താഴെ 2 ടെഡീസുമാണുള്ളത്. അതിൽ ടെഡീസ് ഇതിലൊരു പ്യുവർ ടെഡി അല്ല, ഇതൊരു മിക്സ് ടെഡിയാണ്. പക്ഷെ ഫീമെയിൽ ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു ക്വാളിറ്റിയിലുള്ള, നമുക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് സ്റ്റാൻഡിങ് ഒക്കെ ഉള്ളൊരു ഫീമെയിൽ ബേർഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന ബേർഡ് വന്നിട്ട് ഒരു റാംപൂരി. അതിവിടെ എഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു എഗ്ഗ് മാത്രമേ നിലവിലുള്ളൂ, ഒരെണ്ണം കേടായിപ്പോയി. അപ്പം അതിൽ ഇതാണ് കൂടിൻ്റെ സെറ്റപ്പ്. അപ്പം ബ്രീഡിങ് സെക്ഷൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഇതുവരെ അതിനകത്തൊന്നും ഇല്ല, കാണാൻ മാത്രമൊന്നുമില്ല. ഇങ്ങനെയാണ് കിടക്കണം. ഇനി അടുത്ത ദിവസങ്ങളിൽ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിൽ ഒരു 6ഓളം ജെയിൻ ഗൗരാമി ഉണ്ട്. ജെയിൻ ഗൗരാമി ഒരു 3 ആൽബിനോയും അതുപോലെ അതിനോടൊപ്പം തന്നെ ഒരു 3 റെഡ് ടെയിൽ ജെയിൻ ഗൗരാമീസുമാണ് കേട്ടോ. നമ്മുടെ ബെല്ല ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ക്ലീൻ ആക്കി. പക്ഷെ പണി കിട്ടിയ ബെല്ലൊക്കെയാണ്, നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ട്. ഇനി പച്ച നെറ്റ് വാങ്ങിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബെല്ല കേട്ടോ. ബെല്ലിനെ ഇടയ്ക്കിടയ്ക്ക് കുറേയൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കേൾക്കാറുണ്ട്. ഇവളാണ് ആള്. ഓക്കെ, ഇവൾക്കൊരു 3.5-4 വയസ്സോളം പ്രായമാവാറായി. ഇതുവരെ മീറ്റിംഗ് ഒന്നും ചെയ്തില്ല. ഒരു വട്ടം മീറ്റ് ചെയ്ത് ഫെയിലായി. അപ്പോൾ ഇനി അടുത്ത ഹീറ്റിനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലാക്കി അമൂമ്മയായി. ഏകദേശം ഒരു 15-16 വയസ്സോളം പ്രായമാവാറായി. അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്കുണ്ട്. പിന്നെ ഇത് കണ്ടോ, വാല് മുറിഞ്ഞിരിക്കുന്നുണ്ടോ. ഇത് മുറിഞ്ഞിട്ട് ഉണങ്ങി. ഇടയ്ക്കൊരു ഇൻഫെക്ഷൻ വന്നിട്ട് മുറിവ് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവുകയും, ഏജൊക്കെ ആയതുകൊണ്ടാവാം ഇത്രയൊക്കെ മരുന്നുകളൊക്കെ നോക്കിയിട്ടും കുറഞ്ഞില്ല. പിന്നെ ഒരുപാട് മാസങ്ങളും ദിവസങ്ങളൊക്കെ എടുത്താണ് മാറ്റം വന്നത്. പക്ഷെ ആളിങ്ങനെ കിടക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. തൊട്ടടുത്തൂടെ എന്തെങ്കിലും ഒരു വേറെ ഡോഗ്സ് എന്തെങ്കിലുമൊക്കെ പോയാൽ തന്നെ അലേർട്ടാവും. ഗാർഡിങ്ങും സ്നേഹവും അന്നുള്ള പോലെ തന്നെ ബ്ലാക്കിക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രാവിൻ്റെ വിശേഷത്തിലോട്ട് തന്നെ തിരിച്ചു പോവാം. നമ്മുടെ മെയിൽ ബേർഡ്സ് ആണ് കേട്ടോ. എല്ലാം മെയിൽ ബേർഡ്സുകളെല്ലാത്തിനും ഇന്നൊന്ന് കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തു. കഴിഞ്ഞ സൺഡേ ഡീവോമിങ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. കാരണം കഴിഞ്ഞ സൺഡേ ജിമ്മിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ആയല്ലോ. അപ്പോൾ ബൈ ദ വൈ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ തിരക്കൊക്കെ കാരണം പനിയും പിടിച്ച് ഇപ്പം ശബ്ദമൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബേർഡ്സിനെ ഡീവോമിങ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഉടനെ തന്നെ ഡീവോമിങ് ചെയ്ത് നേരത്തെ കാണിച്ച ഫീമെയിൽ ബേർഡ്സിലോട്ട് നമ്മൾ ജോഡി സെറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ സെലക്ട് ചെയ്യാൻ പോണ ബേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുറകിൽ നിൽക്കുന്ന ഈ തലേക്കൊണ്ടയുടെ പുറകിൽ നിൽക്കുന്ന ഒരു മെയില്, അതിനോടൊപ്പം തന്നെ ഈ ഒരു ബേർഡ് കേട്ടോ, ആ പുറകിൽ നിൽക്കുന്ന ബേർഡ്, അതിനോടൊപ്പം പിന്നെ ഈ ബേർഡായിരിക്കും. ഈ ബേർഡല്ല, ഈ ബേർഡ്. അപ്പോൾ 1 2 ബാക്കിലുള്ള 3, ആ ബാക്കിൽ കൂട്ടിൽ ബ്രീഡിംഗ് സെക്ഷനിൽ കണ്ട 3 ഫീമെയിൽസിനുള്ള മെയിൽസാണിത്. പിന്നെ അതിൽ ഓൾറെഡി ഒരെണ്ണം അടയിരിക്കുന്നില്ല, അതിൻ്റെ മെയിലാണ് കേട്ടോ ഇത്. അത് ആ കുഞ്ഞ് വിരിഞ്ഞതോടുകൂടി തന്നെ ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. കാരണം 2 ക്ലച്ചായി കുഞ്ഞുങ്ങളെടുത്തിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളിതാ ഇവിടെ വെച്ചാണ് തീറ്റ കൊടുത്തിരുന്നത്. ഇവിടെ ഇത്രയും കാടായിരുന്നു. ഇപ്പോൾ വെട്ടി തെളിച്ചപ്പോഴത്തേക്കും അടിപൊളിയായി. കാരണം ഇത്രയും ഡിലേ വരാനുള്ള റീസൺ ആളെ കിട്ടാനില്ല. ഓക്കെ, പിന്നെ നമ്മളെ കൂടിരുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പം ആൾ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതും കാട് കയറിയത്. അപ്പോൾ ഇനി ഇവിടെ ഒരു നെറ്റൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മറയ്ക്കണം. അപ്പം എന്നിട്ട് നമ്മുടെ ഈ കൂട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കേട്ടോ. ഇതിനെ പതിയെ നമ്മളിനി മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് മുകളിൽ റൂഫ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂടുകളൊക്കെ മുകളിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞന്മാരെ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറവയിൽ കാണിച്ച കുഞ്ഞന്മാരില്ലേ, ഇതാണ് കേട്ടോ. ഇതാണ് ആ തലയെ കൊണ്ടുവരെ കുഞ്ഞ്.
അസാധ്യ പറവേന്നൊന്നും പറയാൻ പറ്റും, പക്ഷെ നല്ല മെമ്മറി ലാൻഡിങ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ളൊരു ബേർഡാണ്. നമുക്കൊരു ചുറ്റിപ്പ് കൊടുക്കാനും നമ്മുടെ ഒരു കൈപ്രാവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ മുകളിലൊക്കെ സുഖമായിട്ട് പറന്നിറങ്ങും. അതും നമ്മുടെ ട്രെയിനിങ് രീതി വന്നിട്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്രേസിൻ്റെ പുറത്ത് മാത്രം വളർത്തുന്നതാണല്ലോ ഈ പ്രാവ് വളർത്തൽ. അപ്പോൾ ഇതുമാണ് കേട്ടോ. ഈ 2 കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മൾ നിലവിൽ പറപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, മൊത്തം 6 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. മൊത്തം നമുക്ക് 6 ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഇതൊന്ന് പിന്നെ ഈ 2 പേരും 2 ബേർഡ്സാണ് നമ്മളിന്ന് മിസ്സായത്. അങ്ങനെ മൊത്തം 6 ബേർഡ്സിൽ 2 മിസ്സായി, 4 ഉള്ളത്. ഓക്കെ, പിന്നെ ഇതാണ് കേട്ടോ ഈ കുഞ്ഞിൻ്റെ പാരൻ്റ് വന്നിട്ട് ഇതാണ്. ഇതിനെ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പെയർ തന്നെ എടുത്തത്. എന്തോ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു ഫീമെയിലായിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. പക്ഷേ കുഞ്ഞിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളതിലല്ലാണ്ട് വേറെ ഏതെങ്കിലും കൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറത്താനൊക്കെ നല്ല ഇൻട്രസ്റ്റും സമയമുള്ള ഒരാളുടെ കൂട്ടിലാണ് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു നല്ലൊരു കുഞ്ഞായിരുന്നേനെ. ഓക്കെ, നമ്മൾ പതിയെ അങ്ങനെ ആക്കും. കാരണം നമ്മുടെ ഇപ്പോൾ ജിമ്മിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബേർഡ്സിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പറവയുടെ കാര്യത്തിൽ തീറ്റ കൊടുക്കാനും അതിനൊരു റൊട്ടീനുണ്ടല്ലോ, അതങ്ങോട്ട് പ്രോപ്പർ ആവുന്നില്ല. അപ്പം പതിയെ നമ്മൾ അതിലോട്ട് എത്തും. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ വിശേഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. മെയിനായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി അടിപൊളിയാക്കി, പിന്നെ നമ്മുടെ പ്രാവുംകുട്ടന്മാരുടെ വിശേഷവും അതിനോടൊപ്പം തന്നെ നമ്മളെ കൂട് പുറകിലോട്ടാക്കി, ബ്രീഡിംഗ് സെക്ഷൻ ബാക്കിലോട്ടാക്കി. അടുത്ത വീഡിയോ നമ്മൾ ഡീവോമിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഡീവോമിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചെയ്യുന്നത് ബ്രീഡിങ് ചെയ്തിട്ട് ഇതിനെ കണ്ടീഷൻ ചെയ്യാനാണ്. ബ്രീഡിങ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു പ്രാവിനെ ജോഡി സെറ്റ് ചെയ്ത് എഗ്ഗിലോട്ട് റെഡിയാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യും. അത് ഡേ ബൈ ഡേ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരൻ നമ്മളോട് ഡൗട്ട് ചോദിച്ചു, പ്രാവും കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഫീഡ് ചെയ്ത് വളർത്തി ഹെൽത്തി ആയിട്ട് എടുക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വീണ്ടും വിഷ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ.